ഇത് ഒരു മുനമ്പം എന്ന് പറയുന്ന സ്ഥലം, മുനമ്പം ഐലൻഡാണിത്. ഇവിടെ ഒരു ഹാർബർ, ഒന്നോ രണ്ടോ ഹാർബർ ഇവിടെ മെയിനായിട്ടുള്ള ഹാർബറുണ്ട്. ഒന്ന് മിനി ഹാർബർ, ഒന്ന് വലിയൊരു ഹാർബർ. അത് മിനി ഹാർബർ പ്രൈവറ്റ് പാർട്ടിയുടെയും വലിയ ഹാർബർ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതാണ്. അപ്പോൾ അവിടേക്കേക്ക് പോകുന്ന മീനായിട്ട് കയറുന്ന ബോട്ടുകളാണ് ഈ കാണുന്ന ഫിഷിംഗ് ബോട്ടുകൾ. അപ്പോൾ അതിൻ്റെ കവാടമാണ് ഇവിടെ. ഇവിടെ പണ്ട് ഒരുപാട് അപകടങ്ങൾ പറ്റിയ സ്ഥലമായിരുന്നു. ഈ സ്ഥലത്ത് പണ്ട് മണൽ കൂടിക്കിടന്നിട്ട് ബോട്ടുകാർക്ക് നിശ്ചിത അളവിൽ അറിയില്ല ഇവിടെ ഏത് സ്ഥലത്ത്. അവർ കാലത്ത് ഇവിടെ നിന്ന് പോകുമ്പോൾ ക്ലിയർ ആയിരിക്കും, വെള്ളം നല്ല ഇതായിരിക്കും. തിരിച്ചവർ സന്ധ്യ ആകുമ്പോൾ കയറി വരുമ്പോൾ ഇവിടെ കര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. അത് കാരണം ബോട്ടുകാർ ഇവിടെ വന്നിട്ട് ബോട്ട് മറിഞ്ഞ് പല പ്രാവശ്യമായിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചൊരു സ്ഥലമാണിത്, ഈ കവാടം. അപ്പോൾ അത് എനിക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ ഞാനത് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ അപകടങ്ങളെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അപകടങ്ങൾ കുറഞ്ഞതിൻ്റെ കാരണം ഇങ്ങനത്തെ ഈ അതായത് ഈ സിമെൻറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ മുച്ചാങ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട് ഇവിടെ. അത് കോൺക്രീറ്റിലാണ് പണിതിരിക്കുന്നത്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ കരിങ്കല്ലായിരുന്നു ആദ്യമേ ഇട്ടിരുന്നത്. ഇപ്പോൾ ഈ പുതിയ മോഡൽ ഇറങ്ങിയപ്പോൾ നമ്മൾ ചെല്ലാനത്ത് ഇത് കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ ഉണ്ടാക്കേണ്ട ആ സാധനങ്ങൾ, അതിൻ്റെ മെഷീനറി എല്ലാം കാണിച്ചു തന്നിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കോൺക്രീറ്റിൻ്റെ ഇതാണ്. ഇത് ബോംബെയിലേക്കാണ് സാധാരണ പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്കും ഇതിൻ്റെ ഇത് വന്നു തുടങ്ങി. ഇതിപ്പോൾ ഇത് ഗുണകരമാണെന്നുള്ള ഇതിലാണ് ഈ വെള്ളത്തിനെ തടുക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഈ ഇതുകൊണ്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കരിങ്കല്ലിനെക്കാട്ടി ലാഭകരവും കടലിനെ പ്രതിരോധിക്കാൻ ഈ സാധനം നന്നായിട്ടിട്ടുണ്ട്. അതുകൊണ്ടിട്ട് അപകടങ്ങൾ കുറഞ്ഞ്. അപ്പോൾ ഇവിടെ കുറേ പൈസ സുനാമി ഫണ്ട് കൊണ്ട് പിന്നെ സെൻട്രലിൻ്റെ പൈസയുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് രണ്ട് കരയിലും, അപ്പുറത്ത് അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ചീനവലകളും മറ്റുള്ള ഇതുമുണ്ട്. ബോട്ടുകളും വള്ളങ്ങളും കയറുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഡോൾഫിൻ എന്ന് പറഞ്ഞിരുന്ന കടൽപ്പന്നി, അത് ഇവിടെ ധാരാളം. ആ കാണുന്നതൊക്കെ ഡോൾഫിൻ മറിയണത്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരുപാട് മീൻ ഇവിടെ വരുന്ന സ്ഥലം. അതേ കണ്ട ഡോൾഫിൻ മറിയണ വേണ്ടിയില്ല. നമ്മളെ ഇതിൽ പറയുമ്പോൾ കടൽപ്പന്നി, ഇവിടുത്തെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഡോൾഫിൻ. അത് ഇവിടെ കിടന്ന് ഒരുപാട് കളിയാണ് കളിക്കുന്നത് ഇവിടെ. വലിയ അവിടെയൊക്കെ കാണാം. എൻ്റെ ക്യാമറയുടെ പവർ ഇത്തിരി കുറവായതിൻ്റെ വല്ല നിങ്ങൾക്കത് കാണിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. എന്നാലും കുറച്ചെങ്കിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാടുണ്ട് ആ ഡോൾഫിൻ. നിങ്ങൾക്ക് എറണാകുളത്തു നിന്നാണെങ്കിൽ ഒരു 30 കിലോമീറ്ററിന് ഉള്ളിൽ, കൊടുങ്ങല്ലൂരാണെന്നാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ. ഇതിൻ്റെ നടുക്കാണ് ഈ മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലം. എറണാകുളം ജില്ലയിൽ മുനമ്പം ഹാർബർ, അതിൻ്റെ അടുത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അതിന് ഗവൺമെൻറ് ഇപ്പോഴത്തെ ഇട്ടേക്കുന്നത് മുസരീസ് ബീച്ച് എന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മുസരീസ് ബീച്ചിൻ്റെ ഇവിടെ മറ്റേ കയാക്കിങ്ങും മറ്റുള്ള ബോട്ടിങ് സർവീസൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഡോൾഫിൻ അവിടെ ഒരുപാടുണ്ട്. ഇവിടെ കിടന്ന് മറിയുന്നുണ്ടാവും നിങ്ങൾ. ഇതേ അവിടെയൊക്കെ മറിയണേ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ബോട്ടുകൾ കയറുന്നൊരു ഏരിയ, ബോട്ടും വള്ളവും. അപ്പം മീൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വലിയ ഹാർബറിൽ കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ ഒരു 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചില്ലറായിട്ട് വിൽക്കുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. അതിൽ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേലം ചെയ്തെടുക്കാം. നല്ല മീൻ കിട്ടും. അപ്പോൾ അത് ഈ ബോട്ടിൽ സഹായിക്കുന്ന പിള്ളേരാണ് അത് കൊണ്ടുവന്ന് അവിടെ വിൽക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് മേടിക്കാം. തൊട്ടടുത്ത് തന്നെ ഒരു ഇവിടെ നിന്ന് ഒരു 400 മീറ്ററോ കണ്ടേ ഉള്ളൂ ഈ ഹാർബർ, മിനി ഹാർബർ. അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, അല്ലാത്ത ആൾക്കാർക്കുള്ള വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഭയങ്കര ഒഴുക്കൊക്കെ ഉള്ളത്. ഇവിടുത്തെ ഉണ്ടോ ഭയങ്കര വെള്ളത്തിൻ്റെ ഇപ്പോൾ ഇറക്കമുണ്ട്. പിന്നെ ഇനി വൈകിട്ടാകുമ്പോൾ കയറ്റം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കയറ്റമൊക്കെയുള്ള സ്ഥലമാണ് ഇവിടെ. നന്നായിട്ട് ഒഴുക്കുള്ള സ്ഥലമാണ് ഇവിടെ. ഇതിൻ്റെ ഒരു പിന്നീടുള്ളൊരു ഭാഗമാണ് ഫോർട്ട് കൊച്ചിയിലുള്ള ആ ഒരു കവാടം.
അവിടെ കപ്പലൊക്കെയാണ് കൂടുതലും കയറി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഞാനിവിടെ ഇത് ബ്രേക്ക് ചെയ്യണേയും ഇനി കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് കുറച്ചുകൂടി കാണിച്ചു തരാം.